In the previous class, we discussed about what is research. റിസർച്ച് എന്താണ്, അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. റിസർച്ച് എന്ന് പറയുന്നത് പല മേഖലകളിലും നമ്മൾ റിസർച്ചുകൾ നടത്തുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. റിസർച്ച് ഒരു വൈഡ് ഫീൽഡാണ്, ധാരാളം ബ്രാഞ്ചസുകളുണ്ട്, പല മേഖലകളിലും റിസർച്ച് നടക്കുന്നുണ്ട്. അഗ്രികൾച്ചറൽ മേഖലയിൽ ഒരു റിസർച്ച് നടത്തുമ്പോൾ അതിന് നമ്മൾ അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന് വിളിക്കും. മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ റിസർച്ച് നടക്കുമ്പോൾ മെഡിക്കൽ റിസർച്ച് നമ്മൾ വിളിക്കും. ഫിസിയോളജിക്കൽ റിസർച്ച് ഉണ്ട്. അങ്ങനെ പല പല മേഖലകളിൽ നമ്മൾ റിസർച്ചുകൾ നടത്തുന്നുണ്ട്. ഓക്കെ, ലൈക്ക്വൈസ് ബിസിനസ് റിസർച്ച് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സബ് സെക്ടർ ഓഫ് റിസർച്ച്. ബിസിനസ് മേഖലകളിൽ നടത്തുന്ന റിസർച്ചുകളുണ്ട്, അതിന് നമ്മൾ ബിസിനസ് റിസർച്ച് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സബ് സെക്ടർ ഓഫ് റിസർച്ച്. ഓക്കെ, എന്തൊക്കെയാണ് ബിസിനസ് മേഖലയിൽ നമ്മൾ റിസർച്ച് നടത്തുന്നത്? ഓക്കെ, മാർക്കറ്റ് റിസർച്ച് നടത്താം, ഫൈനാൻഷ്യൽ റിസർച്ച് നടത്താം, ഹ്യൂമൻ റിസോഴ്സ് റിസർച്ചുകൾ നടത്താം. അങ്ങനെ ബിസിനസ് മേഖലകളിലും ധാരാളം റിസർച്ചുകൾ നടത്തുന്നുണ്ട്. ഓക്കെ, അതിനൊക്കെയാണ് നമ്മൾ ബിസിനസ് റിസർച്ച് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ബേസിക്കായിട്ട് എന്തൊക്കെയാണ് ബിസിനസ് റിസർച്ച്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷന്, ഫീച്ചേഴ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പോലെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് സിസ്റ്റമാറ്റിക് വേ ഓഫ് ഫൈൻഡിങ് ആൻസർ ടു ക്വസ്റ്റ്യൻസ്. ഓക്കെ, എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസായിട്ട് അഥവാ പ്ലാൻ ചെയ്തിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് വിളിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ബിസിനസ് റിസർച്ച് എന്ന് പറയുമ്പോൾ ബിസിനസ്സിനകത്തുണ്ടാവുന്ന ഇഷ്യൂസ്, പ്രോബ്ലംസ്, കൺഫ്യൂഷൻസ് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുന്നതിനെയാണ് അഥവാ സിസ്റ്റമാറ്റിക്കായിട്ട് ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുന്നതിനെ നമ്മൾ ബിസിനസ് റിസർച്ച് നമ്മൾ വിളിക്കുക. ഓക്കെ, ബിസിനസ്സിനകത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ടാവും, ധാരാളം മേഖലകളിൽ നമുക്ക് പഠനങ്ങൾ നടത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ ബിസിനസ് റിസർച്ച് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ് ഓഫ് ഗാദറിങ്, റെക്കോർഡിംഗ് ആൻഡ് അനലൈസിങ് ഡാറ്റ ഫോർ എയ്ഡ് ഇൻ മേക്കിംഗ് ബിസിനസ് ഡിസിഷൻസ്. ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നതിന് എന്തിനാണ്? നല്ല ബിസിനസ് ഡിസിഷൻസുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. So, business research can be described as a systematic and organized effort to investigate a specific problem encountered in the work setting which needs a solution. ഓക്കെ, മനസ്സിലാക്കുക. ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനകത്തുണ്ടാവുന്ന പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക. ഇതിനെ നമ്മൾ ബിസിനസ് റിസർച്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. A definition of business research: we can define business research as an organized, systematic, data-based, critical, objective, scientific inquiry or investigation into a specific problem undertaken with purpose of finding answer or solution to it. Next, some commonly researched areas in business. ബിസിനസ്സിലെ ഏതൊക്കെ ഏരിയയിലാണ് റിസർച്ചുകൾ സാധാരണഗതിയിൽ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഒരു എക്സാമ്പിൾ എന്നുള്ള നിലക്ക് മാത്രമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, എംപ്ലോയീസ് ബിഹേവിയർ സച്ച് ആസ് പെർഫോമൻസ്, ആബ്സെൻറ്റീസം ആൻഡ് ടേൺ ഓവർ. ഓക്കെ, ഇതൊരു പഠന മേഖലയാണ്. നമുക്കറിയാം, ഒരു ബിസിനസ്സിനകത്ത് ധാരാളം എംപ്ലോയീസ് ഉണ്ടാവും, അവരുടെ പെർഫോമൻസിനെ കുറിച്ച് പഠനങ്ങൾ നടത്താം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എംപ്ലോയീസ് കറക്റ്റായിട്ട് ഫാക്ടറിയിലേക്ക് വരുന്നില്ല, ധാരാളം ആബ്സെൻറ്റീസം വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ടോ? അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്താം. എന്തുകൊണ്ടാണ് എംപ്ലോയീസ് ഇങ്ങനെ ആബ്സെൻ്റ് ആവുന്നത്? ചിലപ്പോൾ ആ പഠനങ്ങൾ നടത്തുമ്പോൾ നമ്മളതിൽ കാണും എംപ്ലോയീസിന് വർക്ക് ലോഡാണ്, അവർ ടയർഡായിട്ടാണ് പിറ്റത്തെ ദിവസങ്ങൾ വരാത്തത് എന്നുള്ള രീതിയിലൊക്കെ കണ്ടെത്താം. പല റീസണുകളുണ്ടാവും, ഇതൊക്കെ റിസർച്ച് നടത്തുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ആബ്സെൻറ്റീസം എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാം. ടേൺ ഓവർ, ചില കമ്പനികളിൽ നമുക്കറിയാം എംപ്ലോയീസ് പെട്ടെന്ന്
പെട്ടെന്ന് ടേൺ ഓവർ ഉണ്ടാവും, പെട്ടെന്ന് കുറച്ച് കാലം വർക്ക് ചെയ്തിട്ട് അവർ മറ്റു ഫാക്ടറികളിലേക്ക് ചേക്കേറുന്ന രീതി ഉണ്ടാവും. എന്തുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ എംപ്ലോയീസ് നിൽക്കുന്നില്ല എന്നുള്ളത് ഒരു പഠന മേഖലയാണ്. ഓക്കെ, ഇങ്ങനെ എംപ്ലോയീസിൻ്റെ ബിഹേവിയേഴ്സിനെ കുറിച്ച് ധാരാളം സ്റ്റഡികൾ ഓരോ ഫാക്ടറികളിലും ഓരോ കമ്പനികളിലും നടക്കുന്നുണ്ട്. രണ്ടാമത്താണ് എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ് സച്ച് ആസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ലോയാലിറ്റി ആൻഡ് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പഠനങ്ങൾ നടത്താം. അവരുടെ സാറ്റിസ്ഫാക്ഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, എത്രത്തോളം അവർ നമ്മുടെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണ്, അവർ നമ്മൾ കൊടുക്കുന്ന സാലറിയിൽ അവർ സാറ്റിസ്ഫാക്ഷൻ ആണോ, ഇങ്ങനെ പല രീതിയിൽ എംപ്ലോയീസിനെ കുറിച്ച് പഠനങ്ങൾ നടത്താം. അടുത്താണ് സൂപ്പർവൈസറി പെർഫോമൻസ്, മാനേജിയർ ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം. ഓക്കെ, അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ച്, മാനേജർ ലീഡർഷിപ്പിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. ഏതൊക്കെ രീതിയിലാണ് അവർ സൂപ്പർവൈസ് ചെയ്യുന്നത്, അത് അവർ ഫോളോ ചെയ്യുന്ന രീതി കമ്പനിക്ക് ഗുണകരമാണോ, അതുപോലെ തന്നെ മാനേജറിയൽ ലീഡർഷിപ്പ് സ്റ്റൈൽ, ഓരോ മാനേജേഴ്സിനും ലീഡർഷിപ്പ് സ്റ്റൈൽ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്താം. അത് നമ്മളെ കമ്പനിയെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പല പല മേഖലകളിൽ പല പല ഇഷ്യൂസുകൾ ഉണ്ടാകുമ്പോൾ, പ്രോബ്ലംസുകൾ ഉണ്ടാകുമ്പോൾ ബിസിനസ്സിനകത്ത് എന്ത് നടക്കുന്നുണ്ട്, റിസർച്ചുകൾ നടക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഏരിയാസ് ഓഫ് ബിസിനസ് റിസർച്ച്. ഏതൊക്കെ മേഖലകളിലാണ് റിസർച്ച് നടക്കുന്നത് ബിസിനസ്സിനകത്ത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് റിസർച്ച്. ഓക്കെ, ടു സ്റ്റഡി മാനേജറിയൽ എഫിഷ്യൻസി. ഓക്കെ, മാനേജറിയൽ എഫിഷ്യൻസി മനസ്സിലാക്കുന്നതിന് മാനേജ്മെൻറ്റ് റിസർച്ചുകൾ നടക്കും. ഓക്കെ, നമുക്കറിയാം ഓരോ മാനേജേഴ്സിൻ്റെയും സ്റ്റൈലുകൾ ഡിഫറൻ്റ് ആയിരിക്കും. അത് എങ്ങനെ നമ്മുടെ കമ്പനിയെ ബാധിക്കുന്നു, എത്രത്തോളം നമ്മുടെ മാനേജേഴ്സ് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ പോളിസീസുകളൊക്കെ എത്രത്തോളം ബിസിനസ്സിന് അനുകൂലമാണ് എന്നുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓരോ സ്ഥാപനത്തിലും. അടുത്താണ് പ്രൊഡക്ഷൻ റിസർച്ച്. ഓക്കെ, ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്റ്റ് ഓർ പ്രൊഡക്ഷൻ മെത്തേഡ്. ഓക്കെ, പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ പ്രൊഡക്ഷൻ മെത്തേഡുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്രൊഡക്ഷൻ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ റിസർച്ച് നടത്തുക, പുതിയൊരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നടത്തും. അഥവാ പുതിയ പ്രൊഡക്റ്റ് അത് ലോഞ്ച് ചെയ്താൽ അത് എത്രത്തോളം അത് ആളുകൾ കസ്റ്റമേഴ്സ് അത് സ്വീകരിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പുതിയ പ്രൊഡക്ഷൻ മെത്തേഡുകളെ കുറിച്ച് പഠിക്കും. കറണ്ട് പ്രൊഡക്ഷൻ മെത്തേഡുകൾ അത്ര കണ്ട് എഫിഷ്യൻ്റ് അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ഷൻ മെത്തേഡുകളെ കുറിച്ച് പഠിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ശ്രമിക്കും. ഇതാണ് പ്രൊഡക്ഷൻ റിസർച്ച്. അടുത്താണ് റിസർച്ച് ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ്. ഓക്കെ, പേഴ്സണൽ മാനേജ്മെൻറ്റിലുള്ള റിസർച്ച് ടു സ്റ്റഡി അബൌട്ട് എംപ്ലോയീസിനെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ പേഴ്സണൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള എംപ്ലോയിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാം, റിസർച്ച് ചെയ്യാം. അടുത്താണ് റിസർച്ച് ഇൻ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, വിച്ച് മീൻസ് ടു സ്റ്റഡി അബൌട്ട് സോഴ്സസ് ആൻഡ് യൂസസ് ഓഫ് ഫൈനാൻസ്. ഓക്കെ, അപ്പോൾ ഫൈനാൻസ് മാനേജ്മെൻറ്റിൽ ധാരാളം റിസർച്ചുകൾ നടക്കുന്നുണ്ട്. എന്താണ് ഫൈനാൻസ് മാനേജ്മെൻറ്റിൽ നടക്കുന്ന റിസർച്ചുകൾ? നമുക്കറിയാം ഫൈനാൻസിലെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈനാൻസിൻ്റെ സോഴ്സ്, ഉറവിടം. പല രീതിയിലുള്ള ഉറവിടങ്ങളുണ്ട് ബിസിനസ്സിലേക്ക്. ഫൈനാൻസ് പല മേഖലകളിൽ നിന്ന് കിട്ടും. ഒന്നുകിൽ ഡെപ്റ്റ് ഫണ്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ട് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിലുള്ള സോഴ്സ് ഓഫ് ഫണ്ട്സുകളുണ്ട്. ഇതിൽ ഏത് സോഴ്സ് ഓഫ് ഫണ്ട് ഉപയോഗിച്ചാലാണ് ബിസിനസ്സിന് ബെറ്റർ എന്ന് കണ്ടെത്തണമെങ്കിൽ അവിടെ റിസർച്ചുകൾ ഉപയോഗിക്കണം. ഓക്കെ, അതേപോലെ തന്നെ നിലവിലെ നമ്മുടെ ഫണ്ടുകൾ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യണം അതും പഠിക്കണം എന്നുണ്ടെങ്കിൽ റിസർച്ചിലൂടെയാണ് ആ രീതിയിലൊക്കെ ഡിസിഷൻസുകൾ എടുക്കൽ. ഓക്കെ, അപ്പോൾ റിസർച്ച് ഇൻ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അടുത്താണ് അക്കൗണ്ടിങ് റിസർച്ച് ടു ഇംപ്രൂവ് അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. അക്കൗണ്ടിങ് മേഖലകളിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അടുത്താണ് മാർക്കറ്റിംഗ് റിസർച്ച് ടു മീറ്റ് ചേഞ്ചിങ് നീഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. നല്ലൊരു കമ്പനികൾ എപ്പോഴും മാർക്കറ്റ് റിസർച്ചുകൾ നടത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ മാത്രമേ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസുകളൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റുകളിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്തിട്ട് അവരുടെ ടേസ്റ്റ്, അവരുടെ നീഡ്സുകളൊക്കെ കണ്ടെത്തുക എന്നുള്ളത് ഒരു റിസർച്ച് ഫീൽഡാണ്. അപ്പോൾ മാർക്കറ്റിംഗ് റിസർച്ചുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അടുത്താണ് ബിസിനസ് പോളിസി റിസർച്ച് ടു ഡെവലപ്പ് ഗൈഡ്ലൈൻസ് ഫോർ ഡേ ടു ഡേ ഫങ്ഷനിങ്. ഓക്കെ, ബിസിനസ് പോളിസികൾ
ഏതൊക്കെ രീതിയിലുള്ള പോളിസികൾ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് നടത്തുന്ന റിസർച്ചാണ് ബിസിനസ് പോളിസി റിസർച്ച്. ഇങ്ങനെ ബിസിനസ്സിൻ്റെ പല മേഖലകളിൽ വ്യത്യസ്തമായ മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു പഠനത്തിൻ്റെ ബേസിലാണ് പല തീരുമാനങ്ങളും മാനേജ്മെൻറ്റ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ഫസ്റ്റ് വൺ, ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് അവിടെ റിസർച്ചുകൾ നടക്കുന്നത്. ആ ഒരു റിസർച്ചിലൂടെ നല്ല ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നതാണ്. ആ ഒരു സൊല്യൂഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് ബിസിനസ്സിനെ വ്യത്യസ്തമായ മേഖലകളിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ്. രണ്ടാമതാണ് പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, ഒരു പുതിയൊരു പ്രൊജക്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ബിസിനസ്സിന് ഇനി ഏതൊക്കെ രീതിയിലുള്ള പ്രൊജക്റ്റുകൾ നടത്തണം, ബെസ്റ്റ് പ്രൊജക്റ്റ് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റെ മുമ്പിൽ നമ്പർ ഓഫ് പ്രൊജക്റ്റുകൾ ഉണ്ടാവും. അതിൽ ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ നമ്മൾ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതും ഒരു ഒബ്ജക്റ്റീവാണ്. അടുത്താണ് പോളിസി ഫോർമുലേഷൻ. അടുത്തൊരു ഒബ്ജക്റ്റീവാണ് പോളിസി ഫോർമുലേഷൻ. ബിസിനസ്സിലെ പോളിസികൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബിസിനസ്സിലെ എംപ്ലോയീസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് ഒരു നല്ലൊരു പോളിസി, അവരുടെ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലെ പോളിസികൾ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ പോളിസി ഫോർമുലേഷൻ എന്നുള്ളതും ഒരു ബിസിനസ് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവാണ്. അടുത്താണ് എൻവിയോൺമെൻ്റൽ അനാലിസിസ്. ബിസിനസ് നിലനിൽക്കുന്ന എൻവിയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ബിസിനസ് എൻവിയോൺമെൻറ്റ് എന്ന് നമ്മൾ പറയും. ബിസിനസ്സുമായി നേരിട്ട് ബന്ധമുള്ള എല്ലാം, അഥവാ എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആവാം, അഥവാ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാം, അതൊക്കെ ബിസിനസ്സിൻ്റെ എൻവിയോൺമെൻറ്റുകളാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. ഇവിടെ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ബിസിനസ് റിസർച്ച് വേണം. അപ്പോൾ അതും ഒരു ഒബ്ജക്റ്റീവാണ്, എൻവിയോൺമെൻറ്റ് അനാലിസിസ് നടത്തുക എന്നുള്ളത്. അടുത്താണ് മാർക്കറ്റ് റിസർച്ച്. ഇതൊരു ഒബ്ജക്റ്റീവാണ്. എല്ലാ കമ്പനികളിലും ഇന്ന് നടക്കുന്നതാണെന്ത്, മാർക്കറ്റ് റിസർച്ച്. നല്ല പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബിസിനസ്സുകളെ സഹായിക്കും മാർക്കറ്റ് റിസർച്ച്. അടുത്താണ് പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ. പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക, അത് ഇന്നൊവേഷൻ നടത്തുക. ഇതിനൊക്കെ ഇന്നൊവേഷൻ എന്നുള്ളത് ഒരു വേർഡ് തന്നെ എന്താണ്, റിസർച്ചാണ്. ഇന്നൊവേറ്റ് ചെയ്തിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, അതൊക്കെ റിസർച്ചിൻ്റെ മേഖലയിൽ പെട്ടതാണ്. അടുത്താണ് കോർപ്പറേറ്റ് ഇമേജ് ബിൽഡിംഗ്. ഓക്കെ, അഥവാ കോർപ്പറേറ്റിൻ്റെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും കോർപ്പറേറ്റിൻ്റെ ക്രെഡിറ്റ് വർത്ത്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു മേഖലയിലൊക്കെ റിസർച്ചുകൾ നടത്തിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് കണ്ടെത്താൻ കഴിയും. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ്സ്. നമ്മൾ പറഞ്ഞതാണ്, ഏത് റിസർച്ച് നടത്തുമ്പോഴും അത് സിസ്റ്റമാറ്റിക് ആവണം എന്നുള്ളത്. എന്താണ് സിസ്റ്റമാറ്റിക് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് പ്രോസസ്സ്, ഓർഗനൈസ്ഡ് പ്രോസസ്സ്, പ്രീ പ്ലാൻഡ് ആയിരിക്കണം, ഒബ്ജക്റ്റീവ്ഡ് ആയിരിക്കണം എന്നുള്ളതൊക്കെ. സോ ബിസിനസ് റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ് ഓഫ് ഗാദറിങ്, റെക്കോർഡിംഗ് ആൻഡ് അനലൈസിങ് ഡാറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ്. സെക്കൻഡ് വൺ, ബിസിനസ് റിസർച്ച് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. Okay, in a business a lot of problems are to be answered, so it is multidisciplinary. ബിസിനസ്സിൻ്റെ ഒരൊറ്റ ഏരിയയിലുള്ള പ്രോബ്ലം മാത്രമല്ല ബിസിനസ് റിസർച്ചിലൂടെ സോൾവ് ചെയ്യുന്നത്. ബിസിനസ്സിലെ ഡിഫറെൻറ്റ് മേഖലകളിൽ ഡിഫറെൻറ്റ് തരത്തിലുള്ള പ്രോബ്ലംസുകളുണ്ടാവും, ഇഷ്യൂസുകളുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറിയാണ്. പല മേഖലകളിൽ നടത്തുന്ന റിസർച്ച് ആയതുകൊണ്ടാണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് നമ്മൾ പറയുന്നത്. ഡിഫറെൻറ്റ് ഡിസിപ്ലിനിൽ അത് നടക്കുന്നുണ്ട്. അടുത്തതാണ്, ഇറ്റ് കവർ ഓൾ ദ റീജിയൻ ഇൻ വിച്ച് ബിസിനസ് ഓപ്പറേറ്റ്സ് ലോക്കലി ആൻഡ് ഇൻ്റർനാഷണലി. ബിസിനസ് എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അവിടെയൊക്കെ, ഏത് റീജിയൻ ആണെങ്കിലും അവിടെയൊക്കെ എന്ത് ചെയ്യാം, റിസർച്ച് നടത്താം. ലോക്കലി ആണെങ്കിൽ ഹോം കൺട്രിയിൽ റിസർച്ച് നടത്താം, അല്ലെങ്കിൽ ഇൻ്റർനാഷണലി ബ്രാഞ്ചുകളുള്ള കമ്പനികളാണെങ്കിൽ അവിടുത്തെ പ്രോബ്ലം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവിടെയും റിസർച്ച് നടത്താമെന്നുള്ളത്. അടുത്താണ് judging local problems of the environment. Okay, a good business research is judging local problems of environment in which our establishment is going to operate
എവിടെയാണോ ബിസിനസ് നിലനിൽക്കുന്നത് അവിടുത്തെ പ്രോബ്ലംസുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് റിസർച്ചുകൾ നടത്തും. ഫോർ എക്സാമ്പിൾ, ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു ഡൽഹിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നമ്മൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്തുള്ള ആളുകളുടെ ആ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച്, അവിടെ റെസ്റ്റോറൻറ്റ് വന്നാൽ എങ്ങനെയൊക്കെ അവരെ അത് ബാധിക്കും, പോസിറ്റീവായിട്ട് എന്തൊക്കെ അവർക്ക് ഗുണമുണ്ട്, നെഗറ്റീവായിട്ട് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കും. അതാണ് ജഡ്ജിങ് ലോക്കൽ പ്രോബ്ലംസ് ഓഫ് ദി എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ബിസിനസ് നിലനിൽക്കുന്ന ഇടത്തിലെ പ്രോബ്ലംസുകളൊക്കെ പഠിക്കുന്നത് ബിസിനസ് റിസർച്ചാണ്. അടുത്താണ് അക്യുറേറ്റ്ലി ഡിറ്റർമിൻ ദ കോസ്റ്റ് ഓർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. A good research should have the objective of accurately determine the cost or profitability of business and characterized by carefulness. ഓക്കെ, അപ്പോൾ നല്ലൊരു ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് അത് അക്യുറേറ്റായിട്ട് ബിസിനസ്സിൻ്റെ കോസ്റ്റുകൾ, അതുപോലെ പ്രോഫിറ്റബിലിറ്റിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, ഓർഗനൈസ്ഡ് ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അഥവാ സാധാരണ ഒരു റിസർച്ചിന് ഉണ്ടാവേണ്ട ഫീച്ചേഴ്സുകളൊക്കെ ബിസിനസ് റിസർച്ചിന് ഉണ്ടാവണമെന്നുള്ളത്. രണ്ടാമത്, ബിസിനസ് റിസർച്ച് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. ഓക്കെ, മൂന്നാമത്തെ, ഇറ്റ് കവർ ഓൾ ദ റീജിയൻ ഇൻ വിച്ച് ബിസിനസ് ഓപ്പറേറ്റ് ലോക്കലി ആൻഡ് ഇൻ്റർനാഷണലി. ഫോർത്ത് വൺ, ജഡ്ജിങ് ലോക്കൽ പ്രോബ്ലംസ് ഓഫ് ദി എൻവിയോൺമെൻറ്റ്. ഫിഫ്ത്ത് വൺ, അക്യുറേറ്റ്ലി ഡിറ്റർമിൻ ദ കോസ്റ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. നെക്സ്റ്റ്, റോൾ ഓഫ് ബിസിനസ് റിസർച്ച്. എന്തൊക്കെ റോളാണ് ബിസിനസ് റിസർച്ചിനുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ് അനാലിസിസ്, വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ബിസിനസ് റിസർച്ച്. പ്രൊഡക്റ്റ് അനലൈസ് ചെയ്യാം, പല രീതിയിൽ പ്രൊഡക്റ്റ് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് കമ്പനി ചെയ്യേണ്ടത്, കമ്പനി ഷുഡ് ഫൈൻഡ് എ പ്രോഡക്റ്റ് ദാറ്റ് മീറ്റ് കൺസ്യൂമർ ഡിമാൻഡ്സ്. കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ്സിന് സ്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് ഒരു ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ചുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റുകളിൽ എന്ത് ചെയ്യാം, വിച്ച് ക്യാൻ ഇംപ്രൂവ്ഡ് ത്രൂ ഡിസൈൻ ഓർ ഫീച്ചേഴ്സ്. ഓക്കെ, പുതിയ പുതിയ ഡിസൈനുകൾ കണ്ടെത്തുക, ഫീച്ചേഴ്സുകൾ കണ്ടെത്തുക. കാരണം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് കൺസ്യൂമർ വിൽ ചേഞ്ച് ഡേ ബൈ ഡേ. അതിനനുസരിച്ച് നിലവിലെ പ്രൊഡക്റ്റുകളിലെ ഡിസൈനുകൾ, അതിലെ ടേസ്റ്റുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു രീതിയിലുള്ള പ്രൊഡക്റ്റ് അനാലിസിസ് ആണ്. ഓക്കെ, അങ്ങനെ കമ്പനികൾ എന്ത് ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകൾ തന്നെ, ഒരേ പ്രൊഡക്റ്റുകൾ തന്നെ പല ആംഗിളുകളിലായിട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ചുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് പ്രൊഡക്റ്റ് അനാലിസിസ്. രണ്ടാമത്തതാണ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് അനാലിസിസ് എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത്? ടു ഡിറ്റർമിൻ ഹൗ മച്ച് പ്രോഫിറ്റ് മേ ബി ഏൺഡ് ഫ്രം കറൻറ്റ് ഡിമാൻഡ് ഇൻ കറൻറ്റ് മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഉണ്ട്, ആ ഒരു ഡിമാൻഡിനനുസരിച്ച് എത്ര പ്രോഫിറ്റ് കമ്പനികൾക്ക് ലഭിക്കും എന്നുള്ള രീതിയിലൊക്കെ മാർക്കറ്റ് അനാലിസിസ് നടത്തും. ഓക്കെ, അടുത്താണ് ഫൈനാൻഷ്യൽ അനാലിസിസ്. ഫൈനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത് it is an analysis to determine the cost of each production item used to produce goods and service. ഒക്കെ ഫൈനാൻഷ്യൽ അനാലിസിസ്, ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് എത്ര കോസ്റ്റ് ചിലവാകുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്താം. ഓക്കെ, അതിന് നമ്മൾ ഫൈനാൻഷ്യൽ അനാലിസിസ് നമ്മൾ പറയുന്നത്. സോ മാനേജ്മെൻറ്റ് വിൽ എക്സാമിൻ ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, ലേബർ ആൻഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് to find the best raw material available to produce the most profitable product. ഓക്കെ, അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ് എന്ന് നമുക്ക് വിളിക്കാം, അത്തരത്തിൽ കുറഞ്ഞ ചിലവുകളിൽ എവിടെ നിന്നൊക്കെ റോ മെറ്റീരിയൽ ലഭിക്കും, അതുപോലെ തന്നെ കുറഞ്ഞ ചിലവിൽ എവിടെ നിന്നൊക്കെ സ്കില്ലഡ് ലേബേഴ്സിനെ ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, പഠനങ്ങൾ നടത്തും. ഇതിനൊക്കെ ഒരു ഫൈനാൻഷ്യൽ അനാലിസിസിൻ്റെ ഭാഗമാണ്. അടുത്താണ് കോമ്പറ്റീറ്റേഴ്സ് അനാലിസിസ്. ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെൻറ്റാണ് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരെക്കുറിച്ച് പഠിക്കണം, അവരെത്ര സ്ട്രെങ്ത് ഉണ്ട്, അവരുടെ കയ്യിലുള്ള മെത്തേഡുകൾ, ടെക്നോളജി, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ചുകൾ നടത്തേണ്ടതുണ്ട്. ഓക്കെ, അനലൈസിങ് ദ കറൻറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഓഫ് എ മാർക്കറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ബിസിനസ് റിസർച്ച്. നോയിങ് വിച്ച് കമ്പനീസ് have the best production method or customer loyalty helps new companies to understand how they can create a competitive advantage when entering a new market. Okay,
പുതിയൊരു കമ്പനിയാണ് ലോഞ്ച് ചെയ്യുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിലവിലെ കോമ്പറ്റീറ്റേഴ്സ്, അവർ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളുടെ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കണം. അതൊക്കെ ബിസിനസ് റിസർച്ച് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തൊരു റോളാണ് ഗ്രോത്ത് അനാലിസിസ്. ബിസിനസ്സിൻ്റെ വളർച്ച മനസ്സിലാക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് അനലൈസ് ചെയ്യുക. ഓക്കെ, ബിസിനസ് റിസർച്ച് യൂഷ്വലി ഇൻക്ലൂഡ് ഫോർകാസ്റ്റിംഗ് ദ ഗ്രോത്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറൻറ്റ് ഇൻഡസ്ട്രി ഓർ മാർക്കറ്റ്. ദ നോളജ് അബൌട്ട് വിച്ച് ഡയറക്ഷൻ ദ മാർക്കറ്റ് ഈസ് ഹെഡഡ് ഹെൽപ്സ് കമ്പനീസ് ടു ഡിറ്റർമിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ന്യൂ ബിസിനസ് ഓപ്പറേഷൻസ്. ബിസിനസ്സിൻ്റെ വളർച്ച, അതുപോലെ തന്നെ ബിസിനസ് നിലനിൽക്കുന്ന ഇൻഡസ്ട്രിയുടെ മാർക്കറ്റിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യാം. ഇതിനൊക്കെ ബിസിനസ് റിസർച്ചുകളാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക.